അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഇതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ കമ്പി, ഹെയർ ബാൻഡ്, അതുപോലെ തന്നെ സ്റ്റോൺ ഷീറ്റ്, അതുപോലെ പിന്നെ നമുക്കിതിന് വേണ്ടത് വൈറ്റ് ബീഡ് 3mm അല്ലെങ്കിൽ 4mm ആയാലും കുഴപ്പമില്ല. വൈറ്റ് ബീഡ്, പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ. ഇത്രയും സാധനമാണ് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ സ്റ്റോൺ ലെയർ അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. അത് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കാം. ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ മേലുള്ള ബാക്കിയുള്ള ഗുസ്റ്റൊക്കെ. അപ്പം നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായില്ല, നൂൽക്കമ്പിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം നൂൽക്കമ്പി ഒരു പീസ് വേണം കേട്ടോ. അപ്പോൾ ഇനി അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നൂൽക്കമ്പി എടുത്തതിന് ശേഷം അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റുക. ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മളത് അതിൻ്റെ മേലെ ചുറ്റിയെടുക്കാൻ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, 3 വൈറ്റ് ബീഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. വിചാരിച്ച പോലെയല്ല, അത്ര വലിയ എളുപ്പമൊന്നുമല്ല ചെയ്തെടുക്കാൻ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഹെയർ ബാൻഡായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെ കടയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 10-50 രൂപ റേറ്റിന് നമുക്കിത് വിൽക്കാം. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടാണ്. കുറച്ച് റിസ്ക്കാണ് നമുക്കിത് ചെയ്തെടുക്കാൻ. ഇതേപോലെ 3 വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഇങ്ങോട്ടേക്ക് ഇതേപോലെ മടക്കുക. എന്നിട്ട് വീണ്ടും ആ കമ്പി അതിൻ്റെ മുകളിൽ 2-3 പ്രാവശ്യമായിട്ട് ചുറ്റിയെടുക്കുക. 3 വൈറ്റ് ബീഡ്സ് ഈ ഭാഗത്താണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ 3 വൈറ്റ് ബീഡ്സ്, അങ്ങനെയായിട്ടാണ് നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതിൻ്റെ തുടക്ക ഭാഗമൊക്കെ ഞാൻ ഒന്നിങ്ങനെ സ്പീഡ് കുറച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പീഡാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ. ഇനി നമ്മൾ ഈ സൈഡിലും അതേപോലെ തന്നെ 3 ബീഡ് ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ മടക്കിയിട്ട് ഇപ്പുറത്തേക്കും ചുറ്റിയെടുക്കുക. ഒരു 2 ചുറ്റ് അല്ലെങ്കിൽ ഒരു 3 ചുറ്റ് മതി, കൂടുതൽ വേണ്ട. എന്നിട്ട് ഇപ്പം ഈ ഭാഗത്തുമായി ആ ഭാഗത്ത് ഇനി അതേപോലെ തന്നെ ഈ ഒരു വശത്തും അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഗിവ് അവേ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഗിവ് അവേ 2 ആണ്. അപ്പോൾ ഗിവ് അവേ 1 മുതൽ ഗിവ് അവേ 10 വരെയാണ് നമ്മുടെ സമയം. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 10 വരെ എന്നാണ്. പക്ഷേ സെപ്റ്റംബർ 10 വരെ ഒന്നും ആവില്ല. ഗിവ് അവേ 1 മുതൽ ഗിവ് അവേ 10 വരെയാണ് നമ്മുടെ സമയം. അതിനുള്ളിൽ കമൻറ്റ് ഞാൻ നോക്കും. എല്ലാ വീഡിയോസിലും മുടങ്ങാതെ കമൻ്റ് ഇട്ടവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഫുള്ള് കാണാണ്ടാണ് ഒരുവിധ ആൾക്കാരൊക്കെ കമൻ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഗിവ് അവേ 1 മുതൽ ഗിവ് അവേ 10 വരെയുള്ള കമൻറ്റും ലൈക്ക്, അതുപോലെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്തവരൊക്കെ എനിക്ക് മനസ്സിലാകും. അങ്ങനെയുള്ളവരെയാണ് ഞാൻ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക. ഗിവ് അവേ 1 മുതൽ ഗിവ് അവേ 10 വരെ എല്ലാ വീഡിയോസിനും കമൻ്റ് ഇട്ടിട്ടുള്ള ആരാണോ അവരെയായിരിക്കും ഞാൻ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കണ്ട ഹെയർ ബാൻഡ് ഞാൻ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പോൾ
വളരെ സിമ്പിളൊന്നല്ല, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം. അപ്പം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗിവ് അവേ 1 മുതൽ ഗിവ് അവേ 10 വരെയുള്ള എല്ലാ വീഡിയോസിലും ലൈക്ക് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കമൻ്റ് ഇട്ടിരിക്കണം, പിന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.